ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മളുടെ റമദാനും പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഫ്രീ ആയി. അപ്പം ഞാൻ റമദാനിൽ വേണ്ടി ഉണ്ടാക്കിയ ഒരു മുട്ട ബജി റെസിപ്പിയാണ്. അപ്പം ഞാനതൊരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഈ മുളക് പൊടി ടിന്നിലാണ് ഈ ഒരു കടലമാവ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ മുളക് പൊടിയിലാണ് ഇതിൽ വീണിട്ടുള്ളത്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം നമ്മൾ ഇത് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രം പാടുള്ളൂ. ഇതേപോലെ നമ്മളുടെ ആ ഒരു കടലമാവ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തിരി കട്ടി കൂടുതലാണ്, അപ്പോൾ ഇത്തിരി കൂടി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള നന്നായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ 2 പച്ചമുളക് കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കട്ടിയാണ്, അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടൊക്കെ ഞാൻ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ ഒരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഇത് കലക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ മുട്ട ബജി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. നമ്മൾക്ക് കഴിക്കുമ്പോഴൊക്കെ ആ സവാളയും മല്ലിയിലയുടെ ഒക്കെ നല്ല ഒരു സ്മെല്ലും അതേപോലെ കടിക്കാനൊക്കെ നമുക്ക് കിട്ടും, നല്ല രുചിയാണ്. അപ്പോൾ നമ്മളുടെ എഗ്ഗ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു നൂൽ വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്, നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ഞാൻ ഓയിൽ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഓരോന്നും ഡിപ്പ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ കട്ടിയിൽ നമ്മൾ ഈ കടലമാവ് കലക്കി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇതുമ്മൽ മാവ് പിടിക്കുകയും ചെയ്യും, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഒരുപാട് നേരം നമ്മളിത് മിക്സിയിൽ കറക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രം പാടുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ബജി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇതേപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് ഇതേപോലെ കഴിക്കാൻ. അപ്പോൾ ഇതേപോലെ എല്ലാവരും മുട്ട ബജിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാത്തവരൊക്കെ ഇതേപോലെ ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തി കൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾക്ക് കഴിക്കാം. ഞാനിത് ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം നല്ല എരിവും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു മുട്ട ബജി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.